എത്ര പേരാ ചോദിക്കുന്നവർ സാറേ സ്റ്റഡി പ്ലാൻ വേണം, സാറേ സ്റ്റഡി പ്ലാൻ വേണം, സ്റ്റഡി പ്ലാൻ. ഈ സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്ന സാധനമല്ല, അത് നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യാം, SLCക്ക് എങ്ങനെ ഫുൾ A+ നേടാം, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും എങ്ങനെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവസാനം വരെ വീഡിയോ കണ്ടോ എന്തായാലും മുതലാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്തോ, നല്ലൊരു അഭിപ്രായം താഴെ കമൻറ്റിൽ ഇട്ടോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസൽ സാർ എൻ്റെ സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതിലിപ്പോൾ എന്ത് കാര്യമുള്ളത്? അത് എൻ്റെ സ്റ്റഡി പ്ലാനാണ്, ഞാൻ മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങളെടുത്ത് വർക്കൗട്ട് ചെയ്യുന്നത് അത് അയാളുടെ സ്റ്റഡി പ്ലാനാണ്. ഇപ്പോൾ വേറെ ആരെങ്കിലും പറയുന്ന സ്റ്റഡി പ്ലാൻ അത് അയാളുടെ സ്റ്റഡി പ്ലാൻ എന്നല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, അതാണ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വന്തം സ്റ്റഡി പ്ലാൻ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പേപ്പറെല്ലാം നിങ്ങളുടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ പേപ്പർ മറ്റാരെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോക്കണം കേട്ടോ. എത്ര മാർക്ക് ഏതിലൊക്കെ വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ പൊട്ടിയിട്ടല്ല, എങ്ങനെയൊക്കെ പാസ്സായിട്ടുണ്ട്, എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്, A+ കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് എക്സാമാണ് എനിക്ക് ടഫ്, ഏത് പേപ്പറാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് എനിക്ക് എളുപ്പം, ഇനി എല്ലാം പഠിക്കേണ്ട, ഇതെല്ലാം സെറ്റാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് എളുപ്പമുള്ള സബ്ജക്റ്റ്, പെട്ടെന്ന് പഠിച്ച് കിട്ടാവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്, ഏറ്റവും കുറവ് മാർക്കുള്ളത്, ഇങ്ങനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം നമ്മുടെ സബ്ജക്റ്റുകളെ, വിഷയങ്ങളെ. അതിൽ ഏറ്റവും ടഫുള്ള സബ്ജക്റ്റിനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ചില ആൾക്കാർക്ക് മാത്സ് ഭയങ്കര എളുപ്പമായിരിക്കും, ചില ആൾക്കാർക്ക് സോഷ്യൽ സയൻസ് നല്ല ടഫായിരിക്കും. അപ്പോൾ ഏതോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം, ചില ആൾക്കാർക്ക് ബയോളജി ഭയങ്കര സിമ്പിളായിരിക്കും, ഫിസിക്സ് നല്ല ടഫായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും, ഫിസിക്സ് നല്ല എളുപ്പമായിരിക്കും, ബയോളജി നല്ല ടഫായിരിക്കും. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ കൊടുക്കേണ്ട ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ എൻ്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല മറ്റൊരാളുടെ ഇമ്പോർട്ടൻസ്. അതായത് നിങ്ങൾക്ക് ടഫുള്ള സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ടഫ് ഇല്ലാത്ത ആ ഒരു ടഫ്നെസ്സിൻ്റെ അളവ്, അല്ലെങ്കിൽ കുറച്ച് മാത്രം പഠിച്ചാൽ മതി, കുറച്ച് മാത്രം സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അങ്ങനെയുള്ള സബ്ജക്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, പഠിക്കാൻ സമയം നിങ്ങൾ കണ്ടെത്തും. ആ സമയം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫ്രീ ടൈം ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടെത്തണം. എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം ഉള്ളത്? സ്കൂൾ വിട്ടു വന്ന് ആ ഒരു സന്ധ്യാസമയത്ത് കുറച്ചൊരു 1.5 മണിക്കൂർ എനിക്ക് കിട്ടും. മോർണിംഗ് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു 1.5 അവർ കിട്ടും. ഇനി ഭക്ഷണം കഴിച്ച് രാത്രി ഒരു 9 മണി 8 മണിക്ക് ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 മണിക്കൂർ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടിരുന്ന് പഠിക്കാൻ എത്ര സമയം കിട്ടും എന്നതുകൊണ്ട് നിങ്ങൾ നോക്കണം. അതുപോലെ നിങ്ങളുടെ ഈ ഹോളിഡേയ്സ്, അല്ലെങ്കിൽ ഈ വെക്കേഷൻ നമ്മൾ പറയാൻ പറ്റില്ല, സൺഡേസ് ആൻഡ് സാറ്റർഡേസ്, അതെങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന്. ഇപ്പോൾ ട്യൂഷന് പോകുന്നവരുണ്ടായിരിക്കും, ഒരു 12 മണി വരെ ട്യൂഷൻ ഉണ്ട്, ബാക്കി സമയം ഉറങ്ങി തീർക്കാൻ പാടില്ല. അതിനിടെ നിങ്ങൾക്ക് ഉറങ്ങണം 2 മണിക്കൂർ ഉറക്കം പ്ലാൻ ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്തെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. അതായത് ഓരോ ദിവസവും നിങ്ങൾ ഓരോ സ്റ്റഡി പ്ലാൻ ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അതിനിടയിൽ ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു ടാർഗറ്റും കൂടെ വെക്കണം. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി ഫോളോ ചെയ്യേണ്ട കാര്യം, കറക്റ്റ് ഒരു ഉറക്കത്തിനൊരു സ്പെല്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 10:30 ഉറങ്ങുന്ന ആൾ, രാത്രി 10:30 ഉറങ്ങുന്ന ആൾ കറക്റ്റ് ഒരു 6 മണി അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണം. ആ ഒരു റൂട്ടീൻ എപ്പോഴും കൊണ്ടുപോകുന്നതാണ്. ഒരു ദിവസം മാത്രം രാത്രി 12 1 മണി വരെ ഇരുന്ന് പഠിക്കുക, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് 9 മണിക്ക് കിടന്നുറങ്ങുക. ആ ഒരു ഇറഗുലർ മാനർ വേണ്ട, അല്ല എന്താ റെഗുലർ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. ആ ഒരു കറക്റ്റ് ഒരു ഫോളോ അപ്പ് വേണം എല്ലാത്തിനും. ഇനി അത് വേണം, ചിട്ട വേണം, ലൈഫിൽ ചിട്ട കൊണ്ടുവരിക. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കാം, നിങ്ങളിപ്പം ഒരാഴ്ച കൊണ്ട് ഇത്രയും ടോപ്പിക്കുകൾ, ഇത്രയും സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ സമയം കണ്ടെത്തേണ്ട ഒരു കാര്യം എന്തിനാണെന്നറിയോ? ഒരു ദിവസം തന്നെ മാറ്റി വെക്കണം, പഠിച്ച കാര്യങ്ങൾ മുഴുവനായിട്ട് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട്. പഠിക്കുന്നതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷന്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കി തരും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഇനി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെല്ലാം കൂടി ഞാൻ സമ്മറൈസ് ചെയ്തുതരാം. എളുപ്പമുള്ള സബ്ജക്റ്റും ടഫുള്ള സബ്ജക്റ്റും ഒന്ന് വേർതിരിച്ച് വെക്കാം. ഓക്കെ, അതിന് ഓരോന്നിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഒന്ന് മൈൻഡിൽ വെക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫ്രീ ടൈം ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ എല്ലാ സ്റ്റഡി പ്ലാനും ഉണ്ടാക്കി, പഠിക്കാൻ സമയമില്ല, പിന്നെ പോയില്ലേ, ആ ഫ്രീ ടൈം എപ്പോഴാണ് കിട്ടുക അത് മൊത്തമായിട്ടൊന്ന് കണ്ടെത്തണം. മൂന്നാമത്തെ കാര്യം, ഉറക്കത്തിന് നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം എന്നതാണ്. കറക്റ്റ് ഒരു ഷെഡ്യൂൾ പാറ്റേൺ ഉണ്ടാക്കണം ഉറക്കത്തിന്. നാലാമത്തെ കാര്യം, റിവിഷന് വേണ്ട സമയം കൊടുക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാർക്ക് റിവിഷൻ വളരെ കുറച്ച് സമയം മതി, ചില ആളുകൾ പെട്ടെന്ന്
മറന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് റിവിഷന് കൂടുതൽ സമയം വേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്, മറ്റൊരാളുടെ സ്റ്റഡി പ്ലാൻ എടുത്ത് കോപ്പി അടിച്ച് വിട്ടിടരുത്. അല്ലെ എല്ലാവർക്കും കൂടെ ഒരൊറ്റ സ്റ്റഡി പ്ലാൻ അത് നടക്കൂല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞങ്ങൾക്ക് തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് പുസ്തകം തുറക്കുമ്പോഴേ ഉറക്കം വരുന്നു, അതിന് മരുന്നുണ്ട്. ചില ആളുകൾക്ക് പുസ്തകം തുറക്കാനേ തോന്നുന്നില്ല, അതിനും മരുന്നുണ്ട്. പല അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇതിനൊക്കെ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല. ഇതിനൊക്കെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുതരും. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് താഴെ ഒന്ന് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നാളെ. അല്ലാതെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ സാധനം ഫസൽ സാർ ഉണ്ടാക്കി അങ്ങ് തരാൻ പറ്റൂല. നിങ്ങൾ ഇന്ന ദിവസം മാത്സ് പഠിക്കുക, സാർ മാത്സ് മൊത്തം തീർത്താന്ന് ഒരാൾ എന്നോട് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇനി എന്ത് കൊടുക്കാനാ? അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല, നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണോ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യാം. എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. ഒരു പേടി വേണ്ട, നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാണ്, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. താങ്ക് യു, ബൈ, സീ യു.